ആലപ്പുഴയിലും എറണാകുളത്തും ഭീതി പരത്തി കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം. വടക്കൻ പറവൂരിൽ കുറുവാ സംഘമെന്ന് കരുതുന്നവരുടെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആലപ്പുഴ പുന്നപ്ര തൂക്കുകുളത്ത് ഇന്നലെ രാത്രിയും കുറുവാ സംഘം എത്തിയതായി സംശയിക്കുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശരത് SS അലി അക്ബർ ഷായും നൽകും വിവരങ്ങൾ. ആദ്യം നമ്മൾ ശരത്തിലേക്ക് പോവുകയാണ്. ശരത്ത്, ഇന്നലെ രാത്രിയും ഈ പുന്നപ്ര മേഖലയിൽ കുറുവാ സംഘം ഇറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്, CCTV ദൃശ്യങ്ങളും കണ്ടതാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ മോഷണ സംഘം ഇറങ്ങി എന്ന് പറയുമ്പോൾ പോലീസ് എന്താണ് ചെയ്യുന്നത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? വിനീത, നിലവിൽ പോലീസ് ഇത് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കിയുള്ള അന്വേഷണമാണ് പ്രധാനമായും നടത്തുന്നത്. ഒപ്പം ഈ പ്രതികൾ, ഈ മോഷ്ടാക്കൾ എത്തിയ സ്ഥലങ്ങളിലെ CCTVകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ നിന്നാണ് കുറുവാ സംഘം എന്ന നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നത്. കാരണം ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇവരുടെ വേഷധാരണമൊക്കെ തന്നെ ഈ കുറുവാ സംഘത്തിന് സമാനമാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല ഈ കൃത്യം നടത്തുന്നതും സമാന രീതിയിലാണ്. അതായത് വീടുകളുടെ പുറകുവശത്തു കൂടിയാണ് ഈ പ്രതികൾ മോഷണത്തിനെ അകത്തേക്ക് കയറുന്നത്. അധികം ശബ്ദമുണ്ടാക്കാതെ ഇത്തരത്തിൽ വീടിന്റെ വാതിലുകൾ വലിയ ശബ്ദമുണ്ടാക്കാതെ പൊളിച്ച് അകത്ത് കയറുന്നു. മാത്രമല്ല സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രധാനമായും മോഷണം നടത്തുന്നത് എന്നുള്ളതാണ്. ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും മാല ഉൾപ്പെടെ പൊട്ടിച്ച് കടന്നു കളയുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ സമാനമായ രീതിയിലാണ് പല സ്ഥലങ്ങളിലും ഈ കുറുവാ സംഘം, ഈ ഒരു സംഘം മോഷണം നടത്തിയത്. അതുകൊണ്ട് ആ രീതിയിലാണ് പോലീസ് ഒരു കുറുവാ സംഘം എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ഇവരുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇവർ പ്രവർത്തിക്കുക, മാത്രമല്ല ഒരേ സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചല്ല സംഘം മോഷണം നടത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ മണ്ണഞ്ചേരിയിലും ഒപ്പം പിന്നീട് ചേർത്തല, ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുന്നപ്രയിലും ആ രീതിയിൽ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലൊക്കെ തന്നെ എത്തി മോഷണം നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സ്ഥലം എവിടെയായിരിക്കും? മാത്രമല്ല ഇത് ഒരേ സംഘം തന്നെയാണ്. അതായത് രണ്ടുപേർ മാത്രമാണോ ഈ മോഷണം നടത്തുന്നത്, അല്ലെങ്കിൽ ഈ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ട പല സംഘങ്ങൾ തന്നെ ഇത്തരത്തിൽ പലയിടങ്ങളിലായി എത്തി മോഷണം നടത്തുകയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. നിലവിൽ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയും സമാനമായ രീതിയിൽ മോഷണ ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അത് ഇത്തരത്തിൽ മോഷണ ശ്രമം എന്നതിനപ്പുറം അക്രമം എന്ന രീതിയിലേക്ക് സംഘം മാറി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പുന്നപ്രയിൽ ഇത്തരത്തിൽ ഒരു യുവാവിനെ ഈ മോഷണത്തെത്തിയ സംഘം ആക്രമിച്ചു. അതായത് സംശയാസ്പദമായി ഒരാൾ റോഡിന് സമീപം നിൽക്കുന്ന സമയത്ത് യുവാവ് എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. തുടർന്ന് തർക്കമുണ്ടാവുകയും പിടിച്ചു വെക്കാൻ ശ്രമിച്ച സമയത്ത് ഇയാളെ നിന്ന് കുതിരിമാറാൻ ശ്രമിക്കുകയും പിന്നീട് ഇയാളെ എന്നുള്ളതാണ്. ജില്ലയിൽ 10ഓളം മോഷണ ശ്രമങ്ങളാണ് ഇതുപോലെ മോഷണങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ കോമളപുരത്ത്, മണ്ണഞ്ചേരി, ചേർത്തല, കായംകുളം, അങ്ങനെ വിവിധയിടങ്ങളിലായി 10 ഇടങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു സ്വൈര്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയണമല്ലേ? തീർച്ചയായും. അതായത് ഒരു മാസത്തിനിടെ 10ഓളം മോഷണം നടന്നിട്ടുണ്ട്. ഇതിനു പുറമെ ഒരാഴ്ചക്കിടെ നോക്കിയാൽ പോലും 10ഓളം മോഷണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഈ മോഷണം എല്ലാ വീട്ടിലും കയറി ഇവർ മോഷണം നടത്തുന്നില്ല. ഈ സ്വർണം ഉൾപ്പെടെ കിട്ടാത്ത സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് മടങ്ങി പോവാറുണ്ട്. പക്ഷേ ഈ മോഷണ ശ്രമം പല വീടുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിൽ ഇവർക്ക് മോഷ്ടിക്കാൻ ആ രീതിയിലുള്ള മുതലുകളൊന്നും കിട്ടാത്തത് കൊണ്ട് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. പക്ഷേ പല വീടുകളിലേക്കും ഈ സംഘം കയറിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ 10ലധികം വീടുകളിൽ ഇവർ മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനു പുറമെ ഈ ഒരു മാസത്തിനിടയിൽ 10 മോഷണം നടന്നു. അതിൽ ആ രീതിയിൽ വിപുലമായ രീതിയിൽ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരു സ്ഥലത്തല്ല, ഒറ്റപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ഏരിയ കേന്ദ്രീകരിച്ചോ അല്ല ഈ സംഘം പ്രവർത്തിക്കുന്നത്. വ്യത്യസ്ത ഏരിയയിലാണ്. ഇന്നിപ്പോൾ മണ്ണഞ്ചേരിയിലാണ് മോഷണം നടത്തുന്നതെങ്കിൽ നാളെ പുന്നപ്രയിൽ അല്ലെങ്കിൽ ചേർത്തലയിൽ, അങ്ങനെ വ്യത്യസ്ത ഏരിയയിൽ ആണ് ഈ സംഘം മോഷണം നടത്തുന്നത്. അത് തന്നെ ഒരേ സംഘമല്ല എന്നുള്ളതാണ് പോലീസും സംശയിക്കുന്നത്. CCTV കേന്ദ്രീകരിച്ച് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇവ രൂപസാദൃശ്യം സമാനമാണോ എന്നുള്ളതാണ്. അതായത് ഏറ്റവും ഒടുവിൽ പുന്നപ്രയിൽ വന്ന ഈ മോഷ്ടാവിന് താടി ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാർ ചില സൂചനകൾ നൽകുന്നുണ്ട്. ആ രീതിയിൽ മറ്റിടങ്ങളിൽ എത്തിയ ആളുകൾക്ക് താടി ഉണ്ടായിരുന്നോ എന്നൊക്കെ തന്നെയാണ്. ആ രീതിയിൽ ഒരേ ആളുകൾ തന്നെയാണോ എന്നൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും പോലീസ് നൈറ്റ് പെട്രോൾ ഉൾപ്പെടെ ശക്തമാക്കി ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ നടത്തുന്നത്. ശരി, ഏതായാലും അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ആരാണ് ഈ മോഷ്ടാക്കൾ എന്ന് കണ്ടെത്തുക തന്നെ വേണം. കുറുവാ സംഘമാണോ എന്നതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. വടക്കൻ പറവൂരിലാണ് സമാന രീതിയിലുള്ള ഒരു മോഷണ ശ്രമം ഉണ്ടായിരിക്കുന്ന. അലി അക്ബർ ഷായിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്തണം. അതിനു മുൻപ് ഈ കുറുവാ സംഘം കേരളത്തിൽ